ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒറ്റ സുഹൃത്തിന്റെ ചതി താങ്ങാനാവാതെ ആകെ തകരുന്നുണ്ട് അരവിന്ദൻ. ഡൈനിങ് ഹാളിലെത്തിയ അരവിന്ദൻ ജയപാലിനും ഒന്നിച്ചുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്ത് സ്നേഹം നടിച്ച് സുഹൃത്തിനെ ചതിച്ചവനെന്ന് അതിന്റെ പുറകിൽ എഴുതി വെക്കുകയാ. അപ്പോഴാണ് ശാരദ അരവിന്ദേട്ടാന്ന് വിളിക്കുന്നത്. കുട്ടികൾക്ക് അരവിന്ദേട്ടനും പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ ചുമരിലേക്ക് തിരികെ വെക്കുമ്പോഴേക്കും ശാരദയും അങ്ങോട്ടെത്തുകയാ. നീ ഉറങ്ങിയില്ല ഇതുവരെ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോ എന്താ ഇത് കിടക്കുന്നില്ലെന്ന് ശാരദയും. കുറച്ചുകൂടി പണിയുണ്ട്, നീ പോയി കിടന്നോ, രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ. കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് അരവിന്ദൻ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. പിന്നീട് മുറ്റത്ത് തീകാഞ്ഞിരിക്കുന്ന അരവിന്ദനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് വിനീതും അങ്ങോട്ട് വരുന്നത്. അവൻ അമ്മാവിന്റെ അരികിലേക്ക് ചെന്ന് നിശ്ചയത്തിന് വെക്കാനുള്ള ഫ്ലക്സ് അമ്മാവാ വീടിന്റെ മുന്നിൽ വെക്കാനുള്ളതല്ലേ, അതിന്റെ കാര്യം എല്ലാവരും മറന്നുപോയി. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാ അബദ്ധം പറ്റിയ കാര്യം അറിയുന്നത്. കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ 10 മണിക്കല്ലേ തുറക്കത്തുള്ളൂ, അപ്പോഴേക്കും ചടങ്ങ് കഴിയില്ലേ. ഞാൻ ടൗണിൽ ചെന്നപ്പോഴത്തേക്കും കടകളെല്ലാം അടച്ചു. പിന്നെ അടച്ചിരണം തുറപ്പിച്ച ഇത് പ്രിന്റ് ചെയ്തെടുത്തത്. അവിടെയുള്ളവരെല്ലാം മറുനാട്ടുകാരാ. ഗംഗയെന്നും ഋഷിയെന്നും പറഞ്ഞു കൊടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. മൊത്തം സമയവും കൂടെ നിൽക്കേണ്ടി വന്നു. പാതിരാത്രിയായെങ്കിലും സാധനം കിട്ടി. കുറച്ചു കാശ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു. എന്നാലും സംഗതി കൃത്യമായി. അമ്മാവനെ കാണണ്ടെന്ന് ചോദിച്ച് അവൻ ആ ഫ്ലെക്സ് നിവർത്തി കാണിച്ചു കൊടുക്കുകയാ. അദ്ദേഹം അത് നോക്കി ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് എന്തു പറ്റി അമ്മാവ, ഫ്ലെക്സ് നന്നായിട്ടില്ലേന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹവും അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് മോനെ, ഗംഗയെ നിനക്ക് കല്യാണം കഴിച്ചു തരില്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിന്റെ അമ്മ എന്റെ കൂടപ്പിറപ്പ് എന്നോട് പിണങ്ങി. പിന്നെ അവൾ എന്നോട് സംസാരിച്ചിട്ടില്ല. നീയാണെങ്കിൽ ഒരു പിണക്കം പോലും കാണിക്കാതെ ഒരു ജോലിക്കാരനെ പോലെ നമ്മമ്മ പറയുമ്പോഴേക്കും ഞാൻ എങ്ങനെയാ അമ്മാവാ നിങ്ങളോടൊക്കെ പിണങ്ങുന്നേ. അമ്മയും ഗീതേച്ചിയും കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊരിടവും വേറൊരാളുമായി എനിക്ക് അടുപ്പമില്ല, അതിനി ഉണ്ടാവണമെന്നുമില്ല. അമ്മാവൻ ഗംഗയെ എനിക്ക് കല്യാണം കഴിച്ചു തരില്ല എന്ന് പറയണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. അതെന്റെയും കൂടി നന്മയ്ക്കാവും. അമ്മാവൻ ശരിയേ ചെയ്യൂ എന്ന് വിനീതും പറയുന്നുണ്ട്. കുട്ടികൾക്ക് അമ്മാവനും മോനെ, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം എന്ന് പറയുമ്പോ ഉറപ്പായും ഈ വീട്ടിൽ ആരെങ്കിലും വിനീത എന്നൊരു പേര് വിളിച്ച ആ സമയം എവിടെയാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ഓടിയെത്തിയിരിക്കുമെന്ന് വിനീതും. മോനെ, നാളെ അമ്മ വരില്ലേടാന്ന് അമ്മാവൻ ചോദിക്കുമ്പോ അമ്മാവൻ അറിയില്ല അമ്മയുടെ സ്വഭാവം. ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കാണിക്കുമെന്നേയുള്ളൂ. അതോടെ അതങ്ങ് തീരും. നാളെ ചടങ്ങിന്റെ സമയമാകുമ്പോ അമ്മ എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ട് അല്ല ജയപാലൻ അങ്കിൾ എവിടെ? അമ്മാവന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഈ ദിവസമൊക്കെ ഫുൾ ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ എന്നവൻ ചോദിക്കുമ്പോ അതെ, അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടാവും. മോനെ, അതെ ഒരു കാര്യം എന്ന് പറയാൻ തുടങ്ങി അമ്മാവനും ഒരു നിമിഷം ആലോചനയോടെ നിന്ന് ഒന്നുമില്ല എന്ന് പറയെ അമ്മാവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അമ്മാവൻ എന്താ ഷോളൊക്കെ ചുറ്റി, എത്ര തണുപ്പാണെങ്കിലും ഇതൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് വിനീത് ചോദിക്കുമ്പോ ഇത് കാവേരി കൊണ്ടുവന്ന് പുതപ്പിച്ച് തന്നതാ. മോ വീട്ടിലേക്ക് പോകുന്നോ അതോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ നോട്ടം തെറ്റിയ ജോലിക്കാരങ്ങ് ഉഴപ്പും. അമ്മാവൻ പോയി കിടന്നു, ഞാൻ നോക്കിക്കോളാമെന്ന് വിനീത് പറയുമ്പോ അവന്റെ തോളത്തൊന്ന് തട്ടി അമ്മാവൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും വേച്ചു വീഴാൻ പോവുകയാ. അമ്മാവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് എന്ത് പറ്റി അമ്മാവ എന്ന് വിനീത് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് അമ്മാവനും. സൂക്ഷിച്ചെന്ന് വിനീത് പറയുമ്പോഴേക്കും ഒരു നിമിഷം അവനെ തന്നെ നോക്കിക്കൊണ്ട് അമ്മാവനും വീട്ടിനകത്തേക്ക് നടന്നു പോവുകയാ. വിനീതും സംശയത്തോടെ അമ്മാവൻ ഇതെന്തു പറ്റി, എന്തോ വല്ലായ്മ പോലെ എന്ന് പറഞ്ഞ് വിനീതും ആലോചനയോടെ നിൽപ്പാ. അരവിന്ദനും നേരെ നടന്നു ചെന്ന് മക്കളുടെ റൂമിലെത്തി. കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന 4 മക്കളെയും ഒരു നിമിഷം കണ്ണീരോടെ നോക്കി നിന്ന് അരവിന്ദനം നടന്നു നീങ്ങുകയാ. പിന്നീട് കാലത്ത് ഗംഗയുടെ നിശ്ചയത്തിനായി അതിഥികളെല്ലാം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇനിതും ആർക്കോ മൊബൈലിൽ വഴി പറഞ്ഞു കൊടുത്ത് വരുന്ന അതിഥികളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയാ. ശാരദയും വരുന്ന അതിഥികളെല്ലാം കാപ്പി കൊടുത്ത് സ്വീകരിക്കുകയാ. അവർ മുറ്റത്ത് നിൽക്കായിരുന്ന വിനീതിന്റെ അരികിലേക്ക് ഇറങ്ങി ചെന്ന് കാപ്പി കൊടുത്ത് അമ്മ വരില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ അത് വിട്ടേക്കമ്മായി, ചടങ്ങ് നടക്കട്ടെ എന്ന് വിനീതും. ഓൻ എന്താ ഉറങ്ങിയില്ലേ, കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ശാരദ ചോദിക്കേ ഇവിടുത്തെ അലങ്കാര പണികളൊക്കെ ആയിട്ട് അമ്മാവൻ എണീറ്റില്ലേ അമ്മായി എന്ന് വിനീത് ചോദിക്കുമ്പോ ഇല്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറെ വൈകിയെന്ന് തോന്നുന്നു ശാരദയും. രാത്രി എന്നോട് കുറച്ച് സംസാരിച്ചിരുന്നതിന് ശേഷമാ അകത്തേക്ക് വന്നത്. ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും, ഇവിടെ ഇപ്പോ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ അമ്മായി. ഗംഗ റെഡിയാവാൻ തുടങ്ങിയല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ് മോനെന്നാ അങ്ങോട്ട് ചെല്ല്, ഞാൻ ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദ ചായ കൊടുക്കാനായി പോവുകയാ. അവിടെ ഗംഗയെ അണിയിച്ചൊരുക്കുകയാണ് നിളയും യമുനയും കാവേരിയുമെല്ലാം. അവരുടെ റൂമിനരികെത്തിയ വിനീതും ആ കാഴ്ച കാണെ ഒരു നിമിഷം സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് അവന്റെ അമ്മ അതുവഴി വരുന്നത്. അവന്റെ നിൽപ്പ് കാണെ സങ്കടം സഹിക്കാനാവാതെ എന്നാലും അരവിന്ദനും ശാരദയും നിന്നോടത് ചെയ്തല്ലോ മോനെ എന്ന് പറയേ അമ്മമ്മയ്ക്ക് എന്താ, ഞാൻ അതൊക്കെ എപ്പോഴേ വിട്ടു വന്നേന്ന് പറഞ്ഞ് അമ്മമ്മയും വിളിച്ചോണ്ട് പോവുകയാ വിനീത്. അവിടെ ശാരദ അതിഥികൾക്കായി ഗ്ലാസിൽ കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിള അങ്ങോട്ട് വന്ന് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നത്. അച്ഛൻ ഉറക്കം എണീറ്റില്ല, മോള് പോയി വിളിച്ചെന്ന് അമ്മ പറയെ നിളയും അച്ഛനെ വിളിക്കാനായി പോവുകയാണ്. അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്ന വിനീതും ഗംഗയുടെയും പയ്യന്റെയും ഫ്ലക്സ് കാണാൻ ടെൻഷനോടെ നിൽക്കുമ്പോഴാണ് തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ടെത്തുന്നത്. അമ്മ വന്നില്ലെന്ന് വിനീത് ചോദിക്കുമ്പോ അമ്മ വരുമെന്ന് തോന്നുന്നില്ല എന്ന് നിവിനും. ജയപാലനങ്ങളിനെയും ഇന്നലെ കണ്ടില്ല, ഇന്നലെ മുതലേ ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ എന്ന് വിനീത് ചോദിക്കുമ്പോ ഞാനും കണ്ടില്ല ബ്രോ എന്ന് നിവിനും.
അപ്പോഴാണ് വിനീതിനൊരു കോൾ വരുന്നതും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ ആ കോളുമായി നടന്നു നീങ്ങുന്നതും. ആ സമയത്താണ് കാവേരി എന്ന് ആരോ വിളിക്കുന്നതും. അതിഥികൾക്കെല്ലാം കൂൾ ഡ്രിങ്ക്സ് കൊടുത്തോണ്ടിരിക്കായിരുന്ന കാവേരി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവളെ കാണുന്ന നിവിനും പ്രണയത്തോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ. ബുള്ളറ്റിലിരുന്ന് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൾ കഴിഞ്ഞ വിനീതും അങ്ങോട്ട് വന്ന് എന്താ നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുന്നത്. ഇല്ലെന്ന് ചിരിയോടെ പറഞ്ഞ് അല്ല അരവിന്ദനമാവൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഉറക്കമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വിനീതും അവിടെ ഇട്ട പാട്ടിനൊത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാ. അതുകാണെ നിവിനും എന്താടാ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസം. ചിരിയോടെ വിനീത് പറയുമ്പോൾ കാമുകിയുടെ കല്യാണത്തിന് ഇങ്ങനെ വൈബായി നിൽക്കാൻ നിന്നെ പോലെ എത്ര പേർക്ക് ഭാഗ്യമുണ്ടാവും എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മൂടാളിയാ എന്ന് പറഞ്ഞ സങ്കടം സഹിക്കാനാവാതെ വിനീതും അവിടുന്ന് നടന്നു നീങ്ങുകയാ. അപ്പോഴാണ് നീള അച്ഛന്റെ റൂമിലേക്ക് ചെന്ന് ഡോർ തുറന്ന് അച്ഛാ എന്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ എന്ന് ചോദിക്കുമ്പോഴും അച്ഛൻ കട്ടിലിൽ തന്നെ തിരിഞ്ഞു കിടന്നുറക്കമാ. ഈ അച്ഛനെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞ് അവൾ കട്ടിലേക്ക് കയറിയിരുന്ന് അച്ഛ എഴുന്നേൽക്കച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അനങ്ങാതെ ഒരേ കിടപ്പാ. അച്ഛ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ, പറ്റിക്കില്ലേ എന്ന് പറഞ്ഞവൾ വീണ്ടും അച്ഛനെ വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ഒരേ കിടപ്പ് തന്നെ. അപ്പോഴേക്കും അമ്മയെ വിളിച്ച് അങ്ങോട്ട് വരാനായി പറയുകയാ. അച്ഛൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല. നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കേ പേടിയായി കഴിഞ്ഞ ഗംഗയും അതിഥികളോട് കുശലം പറഞ്ഞുകൊണ്ടിരുന്ന ശാരദയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് വാ, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് നിള വീണ്ടും അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എന്താ മോളെന്ന് ചോദിച്ച് ശാരദ അങ്ങോട്ട് എത്തുന്നുണ്ട്. അച്ഛൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് നിള പറയുമ്പോഴേക്കും ശാരദയും കട്ടിലേക്കിരുന്ന് അരവിന്ദേട്ടാ എണീറ്റേ എന്ന് പറയുമ്പോൾ അതേ കണ്ണു തുറക്കുന്നില്ലെന്ന് നിളയും. അരവിന്ദേട്ടാ എല്ലാരും എത്തി, എണീക്ക് എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഗംഗയും യമുനയും അങ്ങോട്ടെത്തുന്നുണ്ട്. കാവേരി ഏച്ചിന്ന് അവരും ഉച്ചത്തിൽ വിളിക്കുക. കുട്ടികൾക്ക് മുറ്റത്ത് നിൽക്കുകയായിരുന്ന കാവേരിയും അകത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോഴേക്കും അതിഥികൾ തമ്മിൽ അടക്കം പറയുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അരവിന്ദേട്ടൻ വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ലെന്ന്. അവള് എണീറ്റില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതെന്ന് വേറൊരു സ്ത്രീയും പറയുന്നുണ്ട്. കാവേരിയും ഞെട്ടിപ്പിടഞ്ഞ റൂമിലേക്ക് എത്തി അച്ഛ അച്ഛ എന്ന് വിളിക്കുമ്പോഴേക്കും അത്തെ ബഹളമെല്ലാം കേട്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്ന നിവിനും വിനീതും അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മയും അങ്ങോട്ടെത്തുകയാ. അമ്മ വന്നേ, അരവിന്ദേട്ടൻ എഴുന്നേൽക്കുന്നില്ല എന്ന് ശാരദ നിലവിളിച്ച് പറയുമ്പോഴേക്കും മോനെ അരവിന്ദ എന്നെ കണ്ണു തുറക്കടാന്ന് അച്ഛമ്മയും വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനീതും നിവിനും എന്ത് പറ്റിയെന്ന് ചോദിച്ച് അങ്ങോട്ടെത്തുന്നുണ്ട്. അരവിന്ദേട്ടൻ കണ്ണു തുറക്കുന്നില്ലെന്ന് ശാരദ കരച്ചിലൂടെ പറയുമ്പോഴേക്കും വിനീതും അങ്ങോട്ടിരുന്ന് അമ്മാവാന്ന് പരിഭ്രമത്തോടെ വിളിക്കുമ്പോഴേക്കും നിവിനും അദ്ദേഹത്തിന്റെ പൾസ് നോക്കുകയാണ്. അത് കഴിഞ്ഞ് നിവിനും വിനീതേ അങ്കിളിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ, ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. ഇവൾക്ക് ആംബുലൻസോ, എന്റെ അരവിന്ദേട്ടൻ എന്താ പറ്റിയെന്ന് ശാരദ നിലവിളിക്കുന്നുണ്ട്. നിവിൻ വിളിച്ചതനുസരിച്ച് ഒരു ആംബുലൻസ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും വിനീതും നിവിനും കാവേരിയും കൂടി അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാ. പുറകെ കരച്ചിലൂടെ ബാക്കിയുള്ളവരും വിനീതും നിവിനും കാവേരിയും ആംബുലൻസിലേക്ക് കയറുമ്പോഴേക്കും ആ ആംബുലൻസ് അരവിന്ദനെയും കൊണ്ട് കുതിച്ചു പായുകയാ. സങ്കടത്തോടെ പൊട്ടിക്കരയുന്ന ശാരദയെയും കൂട്ടരെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അച്ഛന്റെ മരണവും അച്ഛന്റെ മരണത്തിന് കാരണക്കാരവരോട് പ്രതികരിക്കാൻ കാവേരി തുനിഞ്ഞിറങ്ങുന്നതുമൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.